എന്തു പറ്റി? രാവിലത്തെ ഇഡലി ബാക്കിയായോ? അതോ ഇതും ഒരേപോലെ ഇഡലി കഴിച്ച് മതിയായോ? എന്നാ വാ, നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിക്കാം. പല അമ്മമാരുടെയും ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയായിരിക്കും ഇത്. കാരണം ഈ തട്ടിക്കൂട്ടൽ പരിപാടി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു വെളുത്തുള്ളി, ക്യാബേജ് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാബേജ് ഇല്ലായിരുന്നു, അതാ ഞാൻ പിന്നെ അതങ്ങ് ഒഴിവാക്കി. ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇടും. പച്ചക്കറി നമുക്ക് നീളത്തിലോ ചതുരത്തിലോ അരിയാം. ഞാനിവിടെ നീളത്തിലോ അരിയുന്നത്. പിന്നെ സംശയിക്കൊന്നും വേണ്ട, ഞാൻ തന്നെയാ. പെയിൻറ്റിങ് വിട്ടിട്ട് എന്താ കുക്കിംഗ് വഴിക്കുന്നതാണോ? കുക്ക് ചെയ്യാനൊക്കെ എനിക്കിഷ്ടം തന്നെയാണ്. കുക്കിംഗ് ചെയ്യാനല്ല, പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടമെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് നോൺ വെജിലായിരിക്കും. വെജും ഞാനും വലിയ താല്പര്യമൊക്കെ കക്ഷികളല്ല, അതാ. പച്ചക്കറികളെല്ലാം ചതുരത്തിൽ അരിയുന്നതിനേക്കാളും നീളത്തിൽ അരിയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗി. കാണാൻ വേണ്ടിയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടല്ല, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ, അത്രമാത്രം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, സവാള, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയും ക്യാരറ്റും നന്നായിട്ട് വേവുന്നതിനേക്കാളും ആ ഒരു ഫ്രഷ് ക്രിസ്പി റോ നിൽക്കുന്നത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് പൊടിവർഗ്ഗങ്ങളിടാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ വേണമെങ്കിൽ ഇത്തിരി ചിക്കൻ മസാല ഇടാം കേട്ടോ. ഇനി ഈ പൊടിവർഗ്ഗങ്ങളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം, എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഡലിയും കൂടെ ഇട്ട് ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കുറച്ച് നേരം അടച്ചു വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ആ പാത്രം തുറക്കുമ്പോൾ എൻ്റെ സാറേ എന്താ മണം! അങ്ങനെ നമ്മുടെ മസാല ഇഡലി റെഡി ആയിട്ടുണ്ട്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്യൂലേ? ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു പരീക്ഷണമായിട്ടും വരുന്നവരേക്കും